എന്റെ പ്രിയപ്പെട്ട നാട്ടുകാർ അറിയേണ്ടത്. ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നും പോപ്പുലർ ഫ്രണ്ടിൽ അതിന് എന്തും പറയാനുണ്ട് എന്നുമാണ് എന്റെ പ്രിയപ്പെട്ട നാട്ടുകാർ അറിയേണ്ടത്. ഈ രാജ്യത്തിപ്പോ ലോക ചരിത്രത്തിൽ അല്ലെങ്കിൽ ലോകത്തിലെ വിവിധ ജനാധിപത്യ രാജ്യങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ വളരെ സുന്ദരമായി ഭരണം മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഏറ്റവും എളുപ്പമായ വഴി സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാര് പറയുന്നത് പോലെ ഒരു മാസ് ഫ്രൻസി, ഒരു ജനകീയമായ ജനങ്ങളുടെ മനസ്സിലൊരു ഭീതിയെ ഇട്ടുകൊടുത്തുകൊണ്ട് ജനങ്ങളെ മുഴുവൻ പേടിയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ജനങ്ങളെ മുഴുവൻ പേടിപ്പിച്ചു നിർത്തിക്കൊണ്ട് തങ്ങളുടെ ഭരണം സുഖകരമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള ക്യാപിറ്റലിസ്റ്റ് സമൂഹത്തിന്റെ മുതലാളിത്ത സമൂഹത്തിന്റെ സിദ്ധാന്തമാണ് നമ്മുടെ കേരളത്തിലും ഉമ്മൻചാണ്ടി ഗവൺമെന്റ് മുന്നില് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രിയെ നിർത്തിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ രാജ്യത്തിലെ മുസ്ലിം തീവ്രവാദികളെ കുറിച്ച് മാത്രമല്ല. വേറൊരു ഭാഗത്ത് ഇന്നലത്തെ പത്രത്തിൽ നമ്മൾ കണ്ടിരുന്ന വാർത്ത, കേരളത്തിലെ 31 പോലീസ് സ്റ്റേഷന്റെ പരിധിയില് മാവോവാദി സാന്നിധ്യമുണ്ട് എന്നാണ് ഉത്തരവാദപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാര് പറയുന്നത്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരില് ഖദീജ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വീട്ടില് 4-5 തവണ മാവോവാദികൾ വന്നതായിട്ട് വാർത്ത പല സമയങ്ങളിലായിട്ട് ഖദീജയുടെ വീട്ടിൽ വന്ന് കട്ടൻ ചായയും ബിസ്ക്കറ്റും കുടിച്ചു പോയ കഥ പല തവണയായി നമ്മുടെ പത്രങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞതാണ്. ഓരോ തവണ ഖദീജ വിളിച്ചു പറയുമ്പോഴും കേരളത്തിൽ ഒരുപാട് സ്റ്റാറുകൾ തോന്നിൽ ധരിച്ചിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ജീപ്പുകൾ അവരുടെ വീട്ടിലേക്ക് ഓടി വരികയാണ്. എപ്പോഴാണ് മാവോവാദികൾ വന്നത്? അവർ തമിഴാണോ ഹിന്ദിയാണോ ഉറുദുവാണോ പറഞ്ഞിട്ടുള്ളത്? അവർ പാന്റാണോ ഷർട്ടാണോ അല്ലെങ്കിൽ മുണ്ടാണോ ധരിച്ചിട്ടുള്ളത് എന്ന് തുടങ്ങിയ കണക്കെടുപ്പുകൾ നടത്തിക്കൊണ്ട് ഈ ഖദീജയുടെ പിന്നാലെ കേരള പോലീസ് സേനാമാര് മുഴുവൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പെരിക്കോ മലനിരകളിൽ ഇറങ്ങിക്കൊണ്ട് ആദിവാസികളെ ഈ മാവോവാദികളെ കണ്ണൂരിലെ പോലീസ് സ്റ്റേഷനുകൾ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. നിലമ്പൂർ കാടുകൾ ഇറങ്ങി വന്ന് നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. തൃശ്ശൂരിലെ പോലീസ് സ്റ്റേഷനുകൾ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും നാട്ടുകാരെയും മുഴുവൻ പേടിപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൽ ഇപ്പോൾ ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴാണ് എവിടെയാണ് ഒരു മാവോവാദി വരിക? അതോടൊപ്പം തന്നെ ഒരു മാവോവാദി എങ്ങനെ കടന്നിരുന്നാൽ നമ്മുടെ മനോരമ പോലെയുള്ള പത്രങ്ങൾ എഴുതുന്നത് മാവോവാദികൾ അഥവാ ഒരു ആക്രമണത്തിന് തയ്യാറായാൽ കേരളത്തിലെ പോലീസിന് തിരിച്ചക്രമിക്കാനുള്ള ആയുധങ്ങളൊന്നും തന്നെ കൈവശമില്ല. അതുകൊണ്ട് എന്ത് വേണം?